Hello students, welcome to a Dream Classroom. So now we are going to deal with the fourth block of the paper BEGC 110 British Literature 19th Century. Okay, അപ്പോൾ ഈ ബ്ലോക്ക് 4ലും നിങ്ങൾക്ക് 4 യൂണിറ്റുകളോളം പഠിക്കാനുണ്ട്. അപ്പോൾ ബ്ലോക്ക് 4 is talking about three writers. Who are they? Matthew Arnold, ക്രിസ്റ്റീന റോസറ്റി ആൻഡ് ഹോപ്കിൻസ്. സോ ഇത്രയും 3 ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു യൂണിറ്റ് മൊത്തം യൂണിറ്റ് അല്ല ബ്ലോക്ക് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ എസ്പെഷ്യലി യൂണിറ്റ് 1 and 2 are dealing with Matthew Arnold and his famous works. Then unit 3 is all about Christina Rossetti and the works. Then unit 4 is all about Gerard Manley Hopkins. Okay, simply we call Hopkins. So അതിൽ നമുക്ക് യൂണിറ്റ് 1 ആണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കേട്ടോ. അപ്പോൾ മാത്യു അർണോൾഡ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയൻ റൈറ്ററിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 and 2 പഠിക്കാൻ പോകുന്നത്. 2ൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് കാണാൻ പറ്റുന്നത്. 1ലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ലൈഫ്, വർക്ക്സ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് 3 പോയിൻറ്റ്സും പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വിക്ടോറിയൻ പോയിറ്റ്സ് ആൻഡ് ലിറ്റററി ക്രിറ്റിക്സ്. ദെൻ ഹിസ് പോയംസ് റിഫ്ലെക്ട്സ് he reflects the spiritual and emotional crisis of the Victorian age. അപ്പോൾ മാത്യു അർണോൾഡ് എന്ന് പറയുന്നത് ഒരു വിക്ടോറിയൻ പോയിറ്റാണ്, പോപ്പുലർ വിക്ടോറിയൻ പോയിറ്റാണ്. ആൻഡ് ഹിസ് ടൈം പീരിയഡ് ഇസ് like this: 1822. He was born in 1822 and passed away in 1888. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വർക്ക്സിൽ കാണാൻ പറ്റുന്നത് എന്താണ്? മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് സ്പിരിച്വലും ഇമോഷണലും ആയിട്ടുള്ള ക്രൈസിസ് വിക്ടോറിയൻ ഏജിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ വിക്ടോറിയൻ സൊസൈറ്റി നേരിട്ടിരുന്ന സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ക്രൈസിസ് ആയിരുന്നു നമുക്ക് മെയിൻ തീംസുകളായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ആ ഒരു മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത്? അതായത് ഡ്യൂറിങ് ദ 19th സെഞ്ച്വറി ആണല്ലോ നമ്മളിവിടെ പഠിക്കുന്നത്. 19th സെഞ്ച്വറിയിൽ റാപ്പിഡായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡിസ്കവറീസ് അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സോഷ്യൽ ചേഞ്ചസ്, പറഞ്ഞിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ് ഒക്കെ വീക്കൻ ചെയ്യുക ചെയ്തത്. അതായത് പീപ്പിളിൻ്റെ ഇടയിലുള്ള ഒരു റിലീജിയസ് ഫെയ്ത്തിനെ അല്ലേ, അതായത് മതപരമായുള്ള വിശ്വാസങ്ങളെ ഇതെല്ലാം ഡിഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്തത്, അതെല്ലാം വീക്കൻ ചെയ്യുകയാണ് ചെയ്തത്. കാരണം സയൻറ്റിഫിക് റെവല്യൂഷൻ അവിടെ ഉണ്ടായി. എല്ലാം സയൻസ് ആണ്, അല്ലെങ്കിൽ ശാസ്ത്രം മതത്തിൻ്റെ മുകളിൽ ഒരു അല്ലേ എന്താണ് ബിൽഡ് അതർ കോൺസെപ്റ്റ് അബവ് ദ റിലീജിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലീജിയസ് ഫെയ്ത്ത് ഒക്കെ ആളുകളുടെ ഇടയിൽ കുറഞ്ഞു വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂട്ടിയായിരുന്നു അത്. ദെൻ അർണോൾഡ്സ് പോയംസ് എക്സ്പ്രസ് ദിസ് അൺസർട്ടനിറ്റി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു അൺസർട്ടനിറ്റി എക്സ്പ്രസ് ചെയ്തത് അർണോൾഡ്സിൻ്റെ പോയത്തിലായിരുന്നു. എന്തൊക്കെ? ഒരു തരത്തിലുള്ള ലോൺലിനെസ്, സെർച്ച് ഫോർ മീനിങ് എന്നൊക്കെ പറയുന്നത്. Then his poetry combines beautiful natural imagery with a deep philosophical thought. അപ്പോൾ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ എലമെൻറ്റ്സും അതുപോലെ തന്നെ ഫിലോസഫിക്കൽ തോട്ട്സും ഒക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പോയത്തിൽ കാണാൻ പറ്റും. 3 പോയിംസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ. ഒന്ന് ഷേക്സ്പിയർ എന്ന് പറഞ്ഞൊരു സോണറ്റ് 1849 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ മാർഗരറ്റ് എന്ന് പറയുന്ന 1857 ഒരു പോയമുണ്ട്. ദെൻ 1867 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോവർ ബീച്ച് എന്ന് പറയുന്ന പോയമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ ഇനി ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാത്യു അർണോൾഡ് ഈസ് ഫേമസ് ബോത്ത് ആസ് പോയറ്റ് ആസ് എ ലിറ്റററി ക്രിട്ടിക്. ഓക്കെ, പോയറ്റും ഒരു ലിറ്റററി ക്രിട്ടിക്കുമാണ് അദ്ദേഹം. While his poems expresses deep emotions, his critical essays discuss literature, culture, education and society. അപ്പോൾ പോയംസ് എല്ലാം എക്സ്പ്രസ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? ഇമോഷൻസിനെ ആയിരുന്നു. എന്നാൽ ക്രിട്ടിക്കൽ എസ്സേ ഫോക്കസ് ചെയ്തിട്ടുള്ള തീം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ലിറ്ററേച്ചർ, കൾച്ചർ, എഡ്യൂക്കേഷൻ, സൊസൈറ്റി ഒക്കെ ആയിരുന്നു. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ലിറ്ററേച്ചർ ഷുഡ് ഇംപ്രൂവ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ത്രൂ ലിറ്ററേച്ചർ ഹ്യൂമൻ ക്യാൻ ഇംപ്രൂവ് ദെയർ ലൈഫ് എന്നുള്ളത് ആര് വിശ്വസിച്ചിരുന്നു? അർണോൾഡ് ബിലീവ്ഡ് ദാറ്റ്. Then he argued that poetry should teach moral values and help people understand life better. അല്ലേ, പോയട്രി എന്ന് പറയുന്നത് ഒരു
ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ല, അല്ലെങ്കിൽ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ അല്ലെ, വേ ഓഫ് എക്സ്പ്രഷൻ എല്ലാമാണ്. അപ്പോൾ അതിലൂടെ മോറൽ വാല്യൂസ് ആളുകളെ പഠിപ്പിക്കാനും ആളുകളെ ബെറ്റർ ലൈഫ് അല്ലേ മനസ്സിലാക്കാനൊക്കെ പോയട്രി സഹായിക്കുമെന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. Therefore, he became one of the greatest literary critics of Victorian period. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതുകൊണ്ടുകൂടി തന്നെ അദ്ദേഹം ഒരു വിക്ടോറിയൻ ഏജിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലിറ്റററി ക്രിട്ടിക്സിലെ ഒരാളായിരുന്നു എന്ന് പറയാം. സോ ഇതിൽ പറഞ്ഞ വേറൊരു കാര്യമാണ്, അർണോൾഡ് സേസ് ദാറ്റ്, അല്ലെങ്കിൽ ഹി ക്രിട്ടിസൈസ്ഡ് ദ സൊസൈറ്റി ഓഫ് ഹിസ് ഓൺ ടൈം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സൊസൈറ്റീനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, വിക്ടോറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസിങ് ആയിട്ടുള്ളൊരു റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെയും സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിൻ്റെയും ഒരു ടൈമായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ although people became materially prosperous, they lost their spiritual faith and emotional stability. അപ്പോൾ കുറേ സൗകര്യങ്ങൾ വന്നപ്പോൾ, ഫെസിലിറ്റീസ് വന്നപ്പോൾ അവർ എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലേക്ക് പോവുകയും വളരെ പ്രോസ്പെറസ് ആവുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പീപ്പിളിന് നഷ്ടപ്പെട്ടൊരു കാര്യമാണ് റിലീജിയസ് ഫെയ്ത്ത്, അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. So he believed that modern civilization had become too more materialistic and had neglected culture, morality and religion. അപ്പോൾ ഈ പറഞ്ഞ മോഡേൺ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡേൺ സിവിലൈസേഷൻ ശരിക്കും ആളുകളെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഒരു ഇമോഷണലിനോ ഫീലിങ്സിനോ ഒന്നും വാല്യൂ കൊടുക്കാതെ the age changed the people into materialistic and had neglected culture, morality, religion. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകളെ നെഗ്ലക്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചതും ഈ ഒരു മോഡേൺ സിവിലൈസേഷൻ ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിനെ എന്ത് ചെയ്തത്, ക്രിട്ടിസൈസ് ചെയ്തത്. ദി ഇൻട്രൊഡക്ഷൻ നമുക്ക് ഒന്നുകൂടിയും പറഞ്ഞു തരുന്നുണ്ട്, ദാറ്റ് അർണോൾഡ് ഈസ് ദ പോയറ്റ് ഓഫ് ലോസ് ആൻഡ് സെപ്പറേഷൻ. ഓക്കെ, പോയറ്റ് ഓഫ് ലോസ് ആൻഡ് സെപ്പറേഷൻ എന്നുള്ളൊരു തീമും അർണോൾഡിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് മെനി ഓഫ് അർണോൾഡ്സ് പോയം എക്സ്പ്രസസ് ഫീലിങ്സ് ഓഫ് ലോൺലിനെസ്, ഐസൊലേഷൻ, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് സാഡ്നെസ്. ഈ പറഞ്ഞ തീംസ് ഒക്കെ നമുക്ക് അർണോൾഡ്സിൻ്റെ പോയട്രിയിൽ കാണാൻ പറ്റും. ഹി ബിലീവ്ഡ് ദാറ്റ് മോഡേൺ പീപ്പിൾ ഹാഡ് ബിക്കം സെപ്പറേറ്റഡ്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള സിവിലൈസേഷനും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ എന്ത് ചെയ്തു, വേൾഡ് ചേഞ്ച് ചെയ്തു. അത് എൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലേ, അലോങ് വിത്ത് ദാറ്റ് ദ പീപ്പിൾ ഓൾസോ ചേഞ്ച്ഡ്. സോ ഹി ക്രിട്ടിസൈസിങ് ദാറ്റ്, ഓർ ഹി ആർഗ്യൂസ് ദാറ്റ് the modern people had become separated from God. മോഡേൺ പീപ്പിൾ എന്ന് പറയുന്നത് ഒരു ജീവിക്കുന്നത് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു വേൾഡിലാണ്. ആൻഡ് ഓൾസോ സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, ഫ്രം നേച്ചർ, ഫ്രം ഈച്ച് അതർ ആൻഡ് ഈവൻ ഫ്രം ദംസെൽവ്സ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള കണക്ഷനും ഒരു തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ഒരു കമ്പാഷനോ ഒന്നും നമുക്ക് ഈ ഒരു മോഡേൺ വേൾഡിൽ കാണാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. So because of this separation, his poetry often has a melancholy tone. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലുള്ള അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ സെപ്പറേഷൻസ് ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ഒരു മെലങ്കോളിക് ടോണിലാണ് എഴുതിയിട്ടുള്ളതും എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് മാത്യു അർണോൾഡിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളാണ് പോയറ്റ് ഓഫ് ലോസ് ആൻഡ് സെപ്പറേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഹി ക്രിട്ടിസൈസ്ഡ് ദ സൊസൈറ്റി ഓഫ് ഹിസ് ഓൺ ടൈം ആൻഡ് ഓൾസോ ബിലീവ്ഡ് ദാറ്റ് മോഡേൺ പീപ്പിൾ ഹാഡ് ബിക്കം സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, നേച്ചർ ആൻഡ് ഈച്ച് അതർ ആൻഡ് ഫ്രം ദംസെൽസ് എന്നുള്ളത്. അതുപോലെ തന്നെ പോയട്രി ഓഫൻ ഹാസ് എ മെലങ്കോളിക് ടോൺ എന്നുള്ളതും. ഓക്കെ, മെലങ്കോളിക് ടോൺ എന്നുള്ളതും. ഓക്കെ, ഇനി പറയാനുള്ളത് another important idea mentioned is that Arnold laments the passing of innocence. അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് ലാമെൻറ്റിങ് ചെയ്യുന്നത്. അതായത് അദ്ദേഹം പാസ്റ്റ് അല്ലെങ്കിൽ പാസിങ് ഓഫ് ഇന്നസെൻസ്, നമ്മൾ ഈ അല്ലേ കാലം മാറും തോറും ആളുകളുടെ ഇന്നസെൻസിൽ കുറേ മാറ്റം വരുന്നുകയും അതിൻ്റെ പാസിങ് അല്ലേ ആ ഒരു പാസിങ്ങിനെ കുറിച്ച് വിലപിക്കുന്ന തരത്തിലുള്ളൊരു റൈറ്ററാണ് മാത്യു അർണോൾഡ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അർണോൾഡ് ഫെൽറ്റ് ദാറ്റ് ഏർലിയർ ജനറേഷൻസ് ലിവ്ഡ് സിമ്പിൾ ആൻഡ് ഹാപ്പിയർ ലൈഫ്സ് ബിക്കോസ് ദേ പൊസസ്ഡ് സ്ട്രോങ് റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് മോറൽ വാല്യൂസ്.
അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഏജ് വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഏർലിയർ ആയിട്ടുള്ള ജനറേഷൻസ് ഒക്കെ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പീസ്, ദെൻ എന്താണ് കാംനെസ് ആൻഡ് ഓൾസോ സിംപ്ലർ എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്, ദേ ലിവ്ഡ് ഇൻ ദ വേൾഡ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് മോറൽ വാല്യൂസ്. ഇതെല്ലാം പിന്തുടർന്നുകൊണ്ട് പോയിരുന്ന ഒരു എന്താണ് ടൈം പീരീഡ് ആയിരുന്നു തൻ്റെ ഏർലിയർ ജനറേഷൻസ് എന്നുള്ളത്. എന്നാൽ താൻ ജീവിക്കുന്ന ഈ ഒരു മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന മോഡേൺ വേൾഡ് ഇനി താൻ കഴിഞ്ഞു വരുന്ന അല്ലേ ആഫ്റ്റർ ദ ജനറേഷൻ ഓഫ് മാത്യു അർണോൾഡ് വിൽ ബി ഓൾസോ ലൈക്ക് ദിസ് എന്നുള്ളത് അർണോൾഡിന് അറിയാം. സോ അവരെല്ലാം ഏർലിയർ ജനറേഷൻസ് ജീവിച്ചിരുന്ന ഒരു ടൈം പീരീഡ് കണ്ടുപഠിക്കണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Modern society, according to Arnold, had lost this innocence due to scientific progress and excessive materialism. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രസ് നല്ലതാണെങ്കിലും ഇദ്ദേഹം പറയുന്നത് സയൻറ്റിഫിക് പ്രോഗ്രസ് കുറേയൊക്കെ മനുഷ്യന്മാരെ മാറ്റി, അതും നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മോഡേൺ സൊസൈറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, ഹാഡ് ലോസ്റ്റ് ദിസ് ഇന്നസെൻസ്. ആ പറഞ്ഞ ഇന്നസെൻസ് എന്ന് പറയുന്ന കാര്യം ആളുകൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദിസ് സയൻറ്റിഫിക് പ്രോഗ്രസ് ആൻഡ് എക്സസീവ് ആയിട്ടുള്ള മെറ്റീരിയലിസം എന്നും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മെനി ഓഫ് ഹിസ് പോയം എക്സ്പ്രസസ് നൊസ്റ്റാൾജിയ ഫോർ എ ബെറ്റർ പാസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ് പോയ ഒരു ബെറ്റർ പാസ്റ്റിൻ്റെ കുറേ തരത്തിലുള്ള നൊസ്റ്റാൾജിയകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള പോയംസാണ് അദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളത് എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ എന്താണ് അദ്ദേഹം ജീവിക്കുന്ന അല്ലെങ്കിൽ ദ ടൈം പീരീഡ് അല്ലെങ്കിൽ ദ ടൈം ഓഫ് മോഡേൺ വേൾഡ് ഇസ് നോട്ട് അറ്റ് ഓൾ ആപ്റ്റ് ഫോർ മാത്യു അർണോൾഡ് ആൻഡ് ഇസ് നോട്ട് അറ്റ് ഓൾ എഗ്രീയിങ് ബൈ അർണോൾഡ് എന്ന് നമുക്ക് പറയാം അല്ലേ. അക്കോർഡിംഗ് ടു ദം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹിം, അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്, ദ ഏർലിയർ ജനറേഷൻസ് വാസ് ലെഡ് അല്ലെങ്കിൽ ദേ വർ ലീഡിങ് ദ സൂപ്പർ സിംപ്ലസ്റ്റ് ലൈഫ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് മാത്യു അർണോൾഡിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ 3 പോയംസാണ് പറയാനുള്ളത്. ഷേക്സ്പിയർ, ദെൻ ടു മാർഗരറ്റ്, ദെൻ ഡോവർ ബീച്ച് എന്നുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു സോണറ്റാണ്. വില്യം ഷേക്സ്പിയറിന് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയം കൂടി, സോണറ്റും കൂടിയാണ് ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അതിൽ ഷേക്സ്പിയറിനെ കുറിച്ച് പ്രേസ് ചെയ്തിട്ടാണ് അർണോൾഡ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലിറ്റററി ജീനിയസ് ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രേസ് ചെയ്തിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതാണ് സോണറ്റ്, ഷേക്സ്പിയർ എന്ന് പറയുന്ന കവിത. ദെൻ ടു മാർഗരറ്റ് എന്നുള്ളത് ഒരു ഷോർട്ട് ലിറിക് പോയമാണ്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ള ലിറിക് പോയമാണ്. അതിൽ അർണോൾഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു തീമിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതായത് ഹ്യൂമൻ ഐസൊലേഷൻ. ഓക്കെ, ദെൻ ഡോവർ ബീച്ചിൽ 1867 അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡോവർ ബീച്ചിൽ അല്ലെങ്കിൽ 1867 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡോവർ ബീച്ച് എന്ന പോയം എന്ന് പറയുന്നത് അർണോൾഡിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ്, അല്ലെങ്കിൽ മാസ്റ്റർ പീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയമാണ് ഡോവർ ബീച്ച്. ഈ ഒരു പോയം ബിഗിൻ ചെയ്യുന്നത് പീസ്ഫുൾ ബ്യൂട്ടി ഓഫ് ദ സീ അറ്റ് ഡോവറിലുള്ള ആ സീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ നരേഷനിലൂടെയാണ് ഒരു പോയം തുടങ്ങുന്നത്. എന്നിട്ട് അതിങ്ങനെ ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഒരു മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ലോസ് ഓഫ് റിലീജിയസ് ഫെയ്ത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നൊരു ടോൺ നമുക്ക് ആ ഒരു പോയത്തിൽ കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് ആ ഒരു 3 പോയത്തിനെ കുറിച്ച് പറയാനുള്ള. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീൽ ചെയ്യാം. സോ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 1 എന്താണ് മാത്യു അർണോൾഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the introduction of Matthew Arnold. Now we are going to take a look upon these 3 poems of Matthew Arnold, that is Shakespeare, To Margaret, then Dover Beach. Okay, അപ്പോൾ വളരെ ചെറിയ പോയിംസ് ആണ്. ആസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും, വളരെ ചെറിയ പോയിംസ് ആണ് 3ഉം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലൊരു പോയം കൂടിയാണ്. ലൈൻ ബൈ ലൈൻ നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ സമ്മറി എന്താണ്, അതിൻ്റെ അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. So Shakespeare, it was published in 1849. Shakespeare is the most famous sonnet written by Matthew Arnold in 1849 as a tribute to William Shakespeare. William Shakespeare's tribute പോലെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഷേക്സ്പിയറിനെ പ്രൈസ് ചെയ്തുകൊണ്ട്. Okay, and he admired Shakespeare as the greatest poet and dramatist in English literature.
And instead of merely praising Shakespeare's literary skills, Arnold celebrates his extraordinary understanding of human life and human nature. അപ്പോൾ വെറുതെ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനെ പുകഴ്ത്തുക മാത്രമല്ല ചെയ്തത്, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഹ്യൂമൻ ലൈഫിനെയും ഹ്യൂമൻ നേച്ചറിനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഷേക്സ്പിയറിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേച്ചറിനെയും അദ്ദേഹം അവിടെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. The poem expresses Arnold's deep respect for Shakespeare's genius and suggests that Shakespeare's greatness is beyond ordinary criticism. അപ്പോൾ ഒരാൾക്ക് വെറുതെ അത് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓർഡിനറി ക്രിറ്റിസിസത്തിന് വിധേയനാകാൻ പറ്റുന്ന ഒരാൾ കൂടിയല്ല ഷേക്സ്പിയർ. അത്രയും വലിയൊരു ഗ്രേറ്റസ്റ്റ് ഫിഗർ ആണ് ഷേക്സ്പിയർ എന്ന് അദ്ദേഹം അർണോൾഡ് ഇവിടെ എന്താണ് ഡീപ്ലി റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് പറയുകയാണ്. സോ ഇതിൽ അത്രയേ ഉള്ളൂ. ഷേക്സ്പിയറിന്റെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു അല്ലേ. ഔട്ടോപിക് നോളേജ് അല്ലേ, ദെൻ എന്താണ് ദ സ്റ്റാർസ് എന്നൊക്കെ, മജസ്റ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ് അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ സെൻട്രൽ തീം എന്താ? സെൻട്രൽ തീം ഓഫ് ദ പോയം ഇസ് ദ ഗ്രേറ്റ്നെസ് ആൻഡ് യൂണിവേഴ്സാലിറ്റി ഓഫ് എന്താണ് നമ്മുടെ ഷേക്സ്പിയർ. Arnold believes that Shakespeare possessed the unmatched imagination and wisdom. അല്ലെ, നമുക്ക് ഒരാൾക്കും മാച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇമാജിനേഷനും വിസ്ഡുമാണ് അദ്ദേഹത്തിന്റെ പോയട്രീസിലും മറ്റ് റൈറ്റിംഗ്സിലും നമുക്ക് കാണാൻ പറ്റുന്നത്. Through his plays and poems, Shakespeare explored every aspect of human life. അപ്പോൾ മനുഷ്യരുടെ എല്ലാ ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെ എല്ലാ ജീവിതത്തിൻ്റെയും എല്ലാ ആസ്പെക്ട്സുകളും ടച്ച് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റിയ ഒരു കവിയാണ് നമ്മുടെ ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ലൈക്ക് ലവ്, അംബിഷൻ, ജലസി, ഹേറ്റ്രഡ്, ഹാപ്പിനെസ്, സോറോ, മൊറാലിറ്റി, ഇതെല്ലാം വെച്ചിട്ടുള്ള ഇതെല്ലാം തീമാക്കിക്കൊണ്ടുള്ള ഷേക്സ്പിയറിൻ്റെ ഒട്ടനവധി റൈറ്റിംഗ്സ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് കപ്പാസിറ്റിനെ കുറിച്ചിട്ട് അവിടെ അർണോൾഡ് പറയുന്നുണ്ട്. Then he suggests that Shakespeare's works themselves answer the questions of life without the need of explanation. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും അല്ലേ, ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജീവിതത്തിലെ ക്വസ്റ്റ്യൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യും വർക്ക്സിലൂടെ നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. So the main idea എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. Arnold says that many writers and critics have tried to explain Shakespeare's greatness, but none can fully describe his genius. ഒരുപാട് ആളുകൾ ഷേക്സ്പിയറിനെ കുറിച്ചിട്ട് അല്ലെ ഷേക്സ്പിയറിന്റെ ജീനിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാൾക്കും ഫുള്ളി കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഷേക്സ്പിയറിനെ എന്ന് പറയുന്നു. Shakespeare writings reveal deep truths about humanity. His understanding of people is so profound that readers continue to learn from his works even after centuries. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഷേക്സ്പിയറെയാണ് അല്ലെ ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നമ്മൾ ഇപ്പോഴും ഷേക്സ്പിയറിനെ പഠിക്കുന്നുണ്ട്. ഭാവി ജനറേഷൻസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരിക്കലും ഒരു മരണമില്ലാത്ത ഒരു ഗ്രേറ്റ്നെസ് ആണ് ഷേക്സ്പിയറിൻ്റെ എന്നും പറയുന്നുണ്ട്. ഇനി ഇതിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത് പെട്രാർക്കിയൻ സോണറ്റ് ആണ്. ഓക്കെ, എന്താണ് അതെന്ന് പറഞ്ഞാൽ അതായത് എലവേറ്റഡ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അഡ്മിറേഷൻ, സിംബോളിസം, ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ അതെല്ലാം അല്ലെ സിമ്പിൾ പ്രേസിന് പകരം യൂസ് ചെയ്തിട്ടുണ്ട്, പ്രേസിന് പകരം. ആൻഡ് ദ ടോൺ എന്ന് പറയുന്നത് വളരെ റെസ്പെക്ട്ഫുള്ളും അതുപോലെ തന്നെ റിവെൻഷ്യലുമാണ്. ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ദ പോയം എസ്റ്റാബ്ലിഷസ് ഷേക്സ്പിയർ ആസ് ആൻ ഇമ്മോർട്ടൽ ലിറ്റററി ജീനിയസ് whose works continue to inspire readers across generation. അല്ലെ, ഒരു തലമുറകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഷേക്സ്പിയറിന്റെ വർക്ക്സിന് ഉണ്ട് എന്നുള്ളത് അപ്രൈസ് ചെയ്യാണ് അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാണ് അർണോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി ബിലീവ് ദാറ്റ് ഷേക്സ്പിയർസ് ഗ്രേറ്റ്നെസ് ലൈസ് നോട്ട് ഓൺലി ഇൻ ഹിസ് ആർട്ടിസ്റ്റിക് സ്കിൽ ബട്ട് ഓൾസോ ഇൻ ഹിസ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. ഓരോ മനുഷ്യരുടെയും ലൈഫിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് നിലകൊള്ളുന്നത്, അല്ലാതെ കേവലം അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് സ്കില്ലിൽ മാത്രമല്ല എന്നും അർണോൾഡോടെ പറഞ്ഞിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഷേക്സ്പിയർ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാനും എഴുതാനും പറ്റിയ ഒരു കവിതയാണ് ഷേക്സ്പിയർ അല്ലെങ്കിൽ സോണറ്റാണ് ഷേക്സ്പിയർ കേട്ടോ. Then to Margaret 1857 പബ്ലിഷ് ചെയ്തിട്ടുള്ള കവിതയാണ് നോക്കാം. It is one of his most philosophical poems. Okay, most philosophical poemsലെ ഒരു പോയമാണിത്. And it expresses the Victorian feeling of loneliness and isolation. നമ്മൾ നേരത്തെ പറഞ്ഞ വിക്ടോറിയൻ ഏജിലെ ആ ഒരു ലോൺലിനെസ്സിനെയും സെപ്പറേഷനെയും കാണിക്കുന്ന ഒരു പോയമാണിതിൽ ഇത് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയത്തിൽ അഡ്രസ് ചെയ്തിട്ടുള്ളത് ഒരു വുമണിനെയാണ്. ഓക്കെ, ഒരു വുമൺ ഉണ്ട് അവിടെ, മാർഗരറ്റ് എന്ന് പറയുന്ന വുമൺ ആണ്. ഷീ മെയിൻലി സെർവ്സ് ആസ് എ സിമ്പിൾ
through which Arnold discusses the condition of all human beings. അപ്പോൾ എല്ലാവരുടെയും ലൈഫിലെ ഹ്യൂമൻ ബീങ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു എന്താണ് ഒരു വുമൺ ആയിട്ടാണ് എല്ലാ വുമനെ മാർഗരറ്റിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അതായത് കണ്ടീഷൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഐസൊലേഷൻ തന്നെയാണ്. അർണോൾഡ് ആർഗ്യൂസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ലൈസ് അലോൺ ഇമോഷണലി ആൻഡ് സ്പിരിച്വലി. ഇമോഷണലി സ്പിരിച്വലി നമുക്ക് എല്ലാവരും അല്ലെ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. എല്ലാ പീപ്പിളും although people love one another and wish to be close, they can never completely share their thoughts and feelings. നമ്മളിങ്ങനെ പറയൂലേ, എനിക്ക് അവളെ വേണം അവനെ വേണം അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫീലിങ്സും എന്താണ് നമ്മുടെ തോട്ട്സ് ഒക്കെ ഫുള്ളി ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു കാര്യം. സോ എവറി പേഴ്സൺ റിമെയിൻസ് ഐസൊലേറ്റഡ്. അപ്പോൾ എല്ലാ മനുഷ്യരും എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ലോകത്തുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുകയാണ് അർണോൾഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? Arnold compares human beings to islands scattered across the sea. അപ്പോൾ അതൊരു സിംബലിസം കാണിക്കുന്നുണ്ട്. He compares human beings to islands scattered across sea. ഈ ഒരു നമ്മുടെ കടലിൽ സീയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന കുറേ ഐലൻഡ്സിനെ വെച്ചിട്ടാണ് ഹ്യൂമൻ ബീങ്സിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് വൺസ് അക്കോർഡിംഗ് ടു ദ പോയം ഈ ഐലൻഡുകളെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഒരു ടൈമിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റീനെയാണ്. എന്നാൽ ടൈം കഴിയും തോറും ഈ സീ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സെപ്പറേറ്റഡ് ദം ജസ്റ്റ് ആസ് ലൈഫ് സെപ്പറേറ്റ്സ് ഇൻഡിവിജ്വൽ. എങ്ങനെ നമ്മളെ ഇൻഡിവിജ്വൽസിന്റെ ലൈഫ് സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു സീയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. സോ the sea becomes a symbol of emotional distance and loneliness. അപ്പോൾ ഇവിടെ സീ എന്ന് പറയുന്ന ഒരു സിംബലാണ് അല്ലേ? സിംബൽ ഓഫ് വാട്ട്? ഇമോഷണൽ ഡിസ്റ്റൻസ് ആൻഡ് ലോൺലിനെസ് എന്നുള്ളത്. സോ ദ പോയം സജസ്റ്റ് ദാറ്റ് പീപ്പിൾ നാച്ചുറലി ലോങ് ഫോർ കമ്പാനിയൻഷിപ്പ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ബട്ട് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇസ് ഇമ്പോസിബിൾ. പക്ഷെ നമുക്ക് ഒരാളെ കംപ്ലീറ്റ്ലി ഫുള്ളി മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഇറ്റ്സ് ആൻ ഇമ്പോസിബിൾ തിങ് എന്നുള്ളതും അർണോൾഡ് പറയുന്നുണ്ട്. അതാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹി ട്രൈ ടു communicate with us, and this makes human life both beautiful and tragic. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫിനെ ബോത്ത് ബ്യൂട്ടിഫുൾ ആക്കുന്നതും ട്രാജിക് ആക്കി മാറ്റുന്നതും. ഇതിലെ സ്റ്റൈൽ എന്ന് പറയുന്നത് നേച്ചർ ഇമേജറി അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സീ, ഐലൻഡ്സ്, സിംബൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലേ? സോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിമ്പിൾ യെറ്റ് ഡീപ്ലി ഫിലോസഫിക്കൽ. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, പക്ഷേ ഫിലോസഫിക്കൽ ആണ് ഓരോ ലൈൻസും. സോ ടോൺ ഈസ് മെലങ്കളി അല്ലെ? മെലങ്കളിക് ആയിട്ടുള്ള ടോണാണ്, റിഫ്ലക്റ്റീവ് ആണ്, ഇമോഷണൽ ആണ്. സിഗ്നിഫിക്കൻസ് എന്ന പോയം റിഫ്ലെക്ട്സ് ദ വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ ഗ്രോയിങ് സെൻസ് ഓഫ് ഏലിയനേഷൻ ഇൻ മോഡേൺ സൊസൈറ്റി. ഇറ്റ് റെപ്രസെന്റ്സ് ലോൺലിനെസ് ആസ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ കണ്ടീഷൻ. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ കണ്ടീഷനാണ് നമ്മുടെ ലോൺലിനെസ് എന്നാണ് അർണോൾഡ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടു മാർഗരറ്റ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയമാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഡോവർ ബീച്ച്. ഓക്കെ, ഡോവർ ബീച്ച് എന്നുള്ളത് എന്താണ്? മാത്യു അർണോൾഡ്സ് മോസ്റ്റ് ഫേമസ് പോയം ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയംസ് ഓഫ് വിക്ടോറിയൻ ഏജ്. ഓക്കെ, മാത്യു അർണോൾഡിനെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു പോയം കൂടിയാണ് ഡോവർ ബീച്ച്. ഡോവർ ബീച്ച് ഇതിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് എ പീരിയഡ് വെൻ സയന്റിഫിക് ഡിസ്കവറീസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് കോസ്റ്റ് മെനി പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് റെവല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ആളുകൾ റിലീജിയസ് ഫെയ്ത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഈ ഡോവർ ബീച്ച് എന്നുള്ളത് കേട്ടോ. This poem begins with a peaceful description of the English Channel, but gradually develops into a meditation on fate, uncertainty and human suffering. തുടങ്ങുമ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലൂടെ തുടങ്ങുകയാണെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഓൺ ഫെയ്റ്റ്, അൺസർട്ടനിറ്റി ആൻഡ് ഹ്യൂമൻ സഫറിംഗ് ആണ്. ഓക്കെ, സോ ഇതിലെ മെയിൻ തീം വരുന്നത് ലോസ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്, ദെൻ ഹ്യൂമൻ സഫറിംഗ്, അൺസർട്ടനിറ്റി ഓഫ് മോഡേൺ ലൈഫ്, ലവ് ആസ് ദ ഓൺലി സോഴ്സ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. മെയിൻ തീംസ് ഇത്രയേ ഉള്ളൂ. പോയം ഓപ്പൺസ് വിത്ത് എ കാം ആൻഡ് ബ്യൂട്ടിഫുൾ നൈറ്റ് ഓഫ് ഡോവർ ബീച്ച്. ഡോവർ ബീച്ചിലെ ഒരു കാം ആൻഡ് ബ്യൂട്ടിഫുൾ നൈറ്റ് വെച്ചിട്ടാണ് പോയം തുടങ്ങുന്നത്. അർണോൾഡ് അവിടെ ലിസൺ ചെയ്യുന്നുണ്ട് സൗണ്ട് ഓഫ് വേവ്സിലേക്കും. അതുപോലെ ആ വേവ്സിന്റെ സൗണ്ട് ഇങ്ങനെ ലിസൺ ചെയ്യുമ്പോൾ ഹി റിമെമ്പേഴ്സ് ദാറ്റ് ആൻഷ്യന്റ് ഗ്രീക്ക് പ്ലേ റൈറ്റ് Sophocles also heard the sea and associated it with human misery. അപ്പോൾ ഈ സോഫോക്കിൾസ് ആയിട്ടുള്ള
ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേണമെങ്കിൽ ഇവരുടെയൊക്കെ ഒരു മെൻറ്റർ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പം അദ്ദേഹവും ആ സീൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, എന്നിട്ട് ഒരു ഹ്യൂമൻ മിസറി വെച്ച് അസോസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ അർണോൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട്, സീ ഓഫ് ഫെയ്ത്ത് എന്നുള്ളത്. ഓക്കെ, സീ ഓഫ് ഫെയ്ത്ത്. ആൻഡ് ഹി സേസ് ദാറ്റ് faith once surrounded humanity like the sea surrounds the earth, അല്ലേ? അതായത് എപ്പോഴാണോ ഈ ഫെയ്ത്ത് ഹ്യൂമാനിറ്റീനെ സറൗണ്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ സീ എർത്തിനെയും സറൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിരുന്നാലും however in the modern world the sea is slowly retreating. പക്ഷെ മോഡേൺ വേൾഡിൽ ഈ പറഞ്ഞ സീ ഉള്ളത് ഇങ്ങനെ റിട്രീറ്റിംഗ് ആയിട്ട് വരികയാണ്, അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു കണക്ഷൻ. അങ്ങനെ എന്ത് ചെയ്യാണ്, ഫെയ്ത്ത് അവിടെ ഇങ്ങനെ ഡിസപ്പിയർ ആയിട്ട് വരികയാണ്. പീപ്പിൾ ആർ ലെഫ്റ്റ് കൺഫ്യൂസ്ഡ്, ലോൺലി ആൻഡ് ഇൻസെക്യൂർ. പീപ്പിൾ, അല്ലെ, ആളുകൾക്കും പല തരത്തിലുള്ള കൺഫ്യൂഷൻസും ലോൺലി ആയിട്ട് മാറുകയാണ്, അതുപോലെ ഇൻസെക്യൂർ ആയിട്ട് അവർ മാറുകയാണ്. സോ ഈ ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അർണോൾഡ്സ് അപ്പീൽ ടു ഹിസ് ബിലവ്ഡ്, അല്ലെ, അദ്ദേഹത്തിന്റെ ബിലവ്ഡിനായിട്ടുള്ള ഒരു അപ്പീലിംഗ് ആണ്, അല്ലെ. ആൻഡ് സിൻസ് ദ വേൾഡ് ഓഫേഴ്സ് നോ certainty, truth or lasting happiness, human love becomes the only reliable source of comfort and hope. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിലവ്ഡ് ആരാണ് നമുക്കറിയില്ല, എന്നാലും അർണോൾഡിന്റെ ബിലവ്ഡിനോട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഈ വേൾഡിൽ ഒരു തരത്തിലുള്ള, അല്ലെ, പല തരത്തിലുള്ള എന്താ പറയണ്ടേ, വേൾഡ് ഓഫേഴ്സ് നോ സെർട്ടനിറ്റി, ഒരു സെർട്ടനിറ്റി നമുക്ക് തരുന്നില്ല, ട്രൂത്ത് ഇല്ല, ലാസ്റ്റിംഗ് ഹാപ്പിനെസ് ഒന്നുമില്ല. എന്നാൽ ഹ്യൂമൻ ലവ് മാത്രമാണ്, അല്ലേ, ഒരേ ഒരു റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നത്. എന്തിനാ, ഓഫ് കംഫർട്ട് ആൻഡ് ഹോപ്പ് എന്ന് പറയും. ഹോപ്പിന്റെ, അല്ലെ, ഒരു എന്താണ്, ലവ് ആസ് എ ഹോപ്പ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞ് വെക്കുന്നത്. സോ ലവ് ആസ് എ ഓൺലി സോഴ്സ് ഓഫ് ഹോപ്പ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇതിന്റെ സ്റ്റൈൽ എന്താണ്, പോയം ഇസ് റിട്ടൺ ഇൻ എ ബ്ലാങ്ക് വേഴ്സ് വിത്ത് ഇറഗുലർ റിതം. ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. റിതവും ഒരു പ്രത്യേകിച്ചുള്ള റിതമൊന്നും നമുക്കതിൽ കാണാൻ പറ്റില്ല, ഇറഗുലർ ആണ് റിതം. ഗിവിംഗ് ഇറ്റ് എ നാച്ചുറൽ കൺവെർസേഷണൽ ഫ്ലോ, ഒരു നാച്ചുറൽ കൺവെർസേഷണൽ ഫ്ലോ അവിടെ ഉണ്ട്. Then Arnold uses a rich imagery, symbolism, metaphors, auditory images. Tone shifts from peaceful and calm to sorrowful, then reflective and finally hopeful എന്നുള്ളത്. Significance എന്താ, Dover Beach is considered one of the finest expressions of the Victorian crisis of faith. It captures the emotional uncertainty of the age and argues that love and human relationships are the only refuge in a world where tradition beliefs are fading. അപ്പോൾ ട്രഡീഷൻ ബിലീഫ്സ് ഒക്കെ ഇങ്ങനെ ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡിൽ ലവ് മാത്രമാണ് എന്താ ഒരു കംഫർട്ട് ചെയ്യാൻ പറ്റുന്ന, ഹ്യൂമൻ ബീയിങ്സിനെ കംഫർട്ട് ചെയ്യാനും ഒരു സോഴ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് ലവ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ ഒരു പോയം അർണോൾഡ് അവസാനിപ്പിക്കുന്നത്. So these all are about our 3 poems, ഷേക്സ്പിയർ ടു മാർഗരറ്റ് ഡോവോവിച്ച്. ഓക്കെ, അപ്പോൾ മെയിൻ തീംസ് മൂന്നെണ്ണത്തിനും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും, ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ അഡ്മിറേഷൻ ഓഫ് ജീനിയസ് ആണ്, ടു മാർഗരറ്റ് എന്നുള്ളത് എന്താണ്, ഹ്യൂമൻ ഐസൊലേഷൻ ആണ് തീം, ദെൻ ഡോവോ ബീച്ചിലെ തീം വരുന്നത് ലോസ് ഓഫ് ഫെയ്ത്ത് ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. 3 യൂണിറ്റും അതുപോലെ അർണോൾഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു കേട്ടോ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡീൽ ചെയ്യാം. സോ ഐ ഹോപ്പ് ഓൾ ദീസ് പോയിന്റ്സ് ആർ ക്ലിയർ ടു യു ആൻഡ് താങ്ക് യു. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ.